പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വന്തം ഗുജറാത്തിലേക്കാണ്, ഗുജറാത്തിലെ സൂറത്തിലേക്ക്. അവിടെ 33 ഗ്രാമങ്ങളിലേക്ക് വെള്ളം എത്തിക്കാൻ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നു. 21 കോടി രൂപയാണ് ആ പദ്ധതിയുടെ ചെലവ്. 15 മീറ്ററാണ് ടാങ്കിന്റെ ഉയരം. 11 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാനാകും. ഉദ്ഘാടനത്തിന് മുൻപ് ഒരു ട്രയൽ റൺ നടത്തി. പിന്നെ നടന്നത് 20 ലിറ്റർ, അതെ 20 ലിറ്റർ വെള്ളം നിറച്ചപ്പോൾ തന്നെ ആ ജലസംഭരണി പൊട്ടി. ആ പൊട്ടി വീണ് കിടക്കുന്നത് 21 കോടി രൂപയാണ്. 21 കോടി രൂപ ജനങ്ങളുടെ നികുതി പണമാണ്. 21 കോടി രൂപ ഡബിൾ എൻജിൻ സർക്കാർ മാറ്റി ഡബിൾ കറപ്ഷൻ സർക്കാർ എന്ന് വേണമെങ്കിൽ ആക്കാം. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. ാണ് പാലാരിവട്ടത്തെ ഈ പഞ്ചുവടി പാലത്തിന് സംഭവിച്ചത് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. പാലാരിവട്ടത്ത് ഈ ഫ്ലൈ ഓവർ നിർമ്മിക്കാൻ UDF സർക്കാർ തീരുമാനിക്കുമ്പോൾ പാലത്തിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുകൂടി നമ്മൾ അറിയണം. 10 മാസത്തിനുള്ളിൽ രൂപപ്പെട്ടത് 20 കുഴികളാണ്. പാലത്തിന്റെ നിർമ്മാണം ഉമ്മൻചാണ്ടി സർക്കാരാണ് നടത്തിയതെങ്കിലും ഉദ്ഘാടനം നിർവഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് പിണറായി വിജയൻ സർക്കാരിനാണ്. 100 ചാക്ക് സിമന്റ് വേണ്ടെടുത്ത് 33 ചാക്ക് സിമന്റ് ഉപയോഗിച്ചതിന്റെ ഫലം. ബാക്കി 67 ചാക്ക് സിമന്റ് എവിടെ പോയി എന്നതാണ് ചോദ്യം. പിന്നെ അന്നാത്തിന് കൊള്ളാടോ പരമം. അതാണ് പാലാരിവട്ടം എന്ന പഞ്ചവടി പാലത്തിന്റെ അഴിമതി. ഇങ്ങനെ സാധാരണ ഒരു വീടിന്റെ ടെറസിന് നിർമ്മിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് മിക്സ് ഉപയോഗിച്ച ഈ പാലം കൊണ്ട് എന്തു പ്രയോജനം? ടൺ കണക്കിന് ഭാരം കയറ്റിയ വാഹനങ്ങൾ കയറിപ്പോകേണ്ട, ഒരു ദിവസം 1.5 ലക്ഷത്തിലധികം വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാലാരിവട്ടം പാലത്തിന് അത് താങ്ങാൻ കഴിയില്ല. സ്വാഭാവികമായും വിള്ളലുകൾ വരും, വിണ്ടുകീറും, പാലം തകർന്നു വീഴും. പഞ്ചവടി പാലത്തിന്റെ കഥയാവർത്തിക്കും. കേരളം കണ്ട ഏറ്റവും വലിയ പൊതുമരാമത്ത് അഴിമതിയുടെ കഥയാണത്. നിനക്കെന്നെ ശരിക്കും മനസ്സിലായില്ല എന്ന് തോന്നുന്നു.